ഹലോ പ്രിയ പ്രേക്ഷകർ, എല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ എന്ന എൻ്റെ ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു നീണ്ട ഇടവേളയാണ് ഞാൻ എടുത്തിരുന്നത്, കാരണം പനി കീഴടക്കി എന്ന് പറയാം. സത്യം പറഞ്ഞാൽ പനി എന്നൊക്കെ പറഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസം വന്ന് നമ്മളെ അങ്ങോട്ട് പനിച്ചു പോവുക എന്നുള്ളതാണ്. പക്ഷെ ഇതൊരു എന്താ പറയാ, ഇതൊരു മര്യാദയില്ലാത്ത പനിയായി പോയി. ഇപ്പോഴും പനിയുടെ ആ ഒരു ഇതുണ്ട്. ഒരാഴ്ചയോളം പനിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നന്നായിട്ട് പനിച്ചു. അപ്പോൾ അതും നല്ല വൃത്തിയോടെ പനിച്ചു എന്ന് തന്നെ പറയാം. ഏതായാലും പനിയൊക്കെ കഴിഞ്ഞു. ചെറിയൊരു അസ്വസ്ഥതയോടു കൂടി വന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഞാനിങ്ങനെ എൻ്റെ ജോലിയുടെ ഭാഗം എന്ന് പറഞ്ഞാൽ എനിക്കൊരു കോളേജ് ക്യാൻറ്റീൻ, ഒരു സ്കൂൾ ക്യാൻറ്റീൻ ഒക്കെ ഉണ്ട്. ഇതിൽ സ്കൂൾ ക്യാൻറ്റീൻ ഉള്ളത് എൻ്റെ നാട്ടിലാണ്. ഞങ്ങളുടെ നാട്ടിൽ തിരുനാവായ സ്കൂൾ എന്ന് പറയും. അത് നവാമുകുന്ദ തിരുനാവായ സ്കൂളിന്റെ ഉള്ളിലാണ് ഒരു ക്യാൻറ്റീൻ ഉള്ളത്. അപ്പൊ ഇങ്ങനെ നമ്മുടെ വീഡിയോസ് ഒക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഒരു അധ്യാപകനെ കാണുകയും അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യത്തിൽ നിന്നുമാണ് ഇന്നത്തെ കണ്ടന്റ് നിങ്ങളോട് ചോദിക്കുന്നത്. അദ്ദേഹം എന്നോട് ചോദിച്ച, യൂട്യൂബിൽ ഞങ്ങൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ, അതായത് ഞങ്ങൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ യൂട്യൂബ് തുടങ്ങാൻ പാടില്ല എന്നൊരു റൂൾസ് ഉണ്ടോ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. അപ്പൊ സത്യത്തിൽ ഞാൻ എന്തെങ്കിലും ഒരു പുതിയ ടോപ്പിക് കിട്ടുമ്പോഴാണ്, അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ഇടലായിരുന്നു. ആരെങ്കിലും എന്തെങ്കിലും പൊട്ടത്തരങ്ങൾ വിളിച്ച് പറയുമ്പോൾ അത് തിരുത്തുക എന്നുള്ളതായിരുന്നു നമ്മുടെ വീഡിയോസിന്റെ മുഴുവനായിട്ടുള്ള ഒരു ഇത്. പിന്നെ അതിലിടക്ക് ചില വീഡിയോസുകളൊക്കെ ഇടാറുണ്ട്. ഇപ്പൊ പിന്നെ നമ്മൾ പൊട്ടത്തരം വിളിച്ചു പറഞ്ഞു എന്ന് പറയുന്നവർ സ്ഥിരമായിട്ട് പൊട്ടത്തരങ്ങൾ ആവർത്തിക്കുന്നത് കൊണ്ടായിരിക്കാം അവരെയൊന്നും ഇപ്പൊ വിമർശിക്കാൻ എനിക്ക് സമയവും കിട്ടാറില്ല. ഞാനും അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാതായി എന്നുള്ളതാണ് സത്യം. കാരണം അവർക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഇന്നത്തെ ഒരു വിഷയം, ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് യൂട്യൂബ് തുടങ്ങാൻ പാടില്ല ഇല്ലയോ, ഉണ്ടോ എന്ന് റൂൾസ് ഉണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് യൂട്യൂബ് തുടങ്ങാൻ പാടില്ല എന്നൊരു നിയമം യൂട്യൂബിലില്ല. ഓക്കെ, യൂട്യൂബിൽ അങ്ങനെ ഒരു നിയമമേ ഇല്ല. പക്ഷെ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റോ അല്ലെങ്കിൽ കേരള സർക്കാരിന്റെ ഒക്കെ ഇതിൽ മറ്റൊരു വേതനം, അതായത് ഫോർ എക്സാമ്പിൾ ഒരു സ്കൂൾ അധ്യാപകനാണ് എന്നുണ്ടെങ്കിൽ അവർ മറ്റൊരു പാരലൽ കോളേജ് ഒക്കെ തുടങ്ങുന്നതിന് അതിന് വിലക്കുണ്ട്. ഇപ്പൊ ഒരു ഗവൺമെന്റ് ഡോക്ടർ ആണ് എന്നുണ്ടെങ്കിൽ അവര് മറ്റൊരു എവിടെയെങ്കിലൊക്കെ ഇരുന്നിട്ട് ക്ലിനിക്ക് പോലെയൊക്കെ അവിടെ രോഗികളെ പരിശോധിക്കുന്നതിനൊക്കെ വിലക്കുണ്ട്. അപ്പൊ മറ്റൊരു സോഴ്സിൽ നിന്നും പണം സമ്പാദിക്കുന്നതിന് ഒരു വിലക്കാണ് എന്നുള്ളതാണ്. നമുക്ക് യൂട്യൂബിന്റെ കാര്യത്തിലേക്ക് വരാം. കാരണം ഗവൺമെന്റ് എംപ്ലോയീസ് എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ അധ്യാപകർ, ഡോക്ടേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ എത്രമാത്രം അവരുടെ അറിവ്, നോളജ് ഒക്കെ ഉണ്ടാവുന്നറിയാം. അത്തരക്കാർ യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ അത് തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് എത്രമാത്രം ഉപകാരമാണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. കാരണം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എനിക്ക് ഡിഗ്രിക്ക് മലയാളം എടുത്തിരുന്ന ഒരു മാഷുണ്ട്. ഞാനൊരു പ്രൈവറ്റ് കോളേജിലായിരുന്നു പഠിച്ചിരുന്നത്. അപ്പൊ അവിടെ മലയാളം എടുക്കുന്ന ഒരു മാഷുണ്ട്, വിജയരാഘവൻ എന്ന് പറയും. അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 1 hour ആണ് അന്നത്തെ ക്ലാസ്. ആ ഒരു 1 hour നമ്മൾ ഒരു സിനിമ കാണുന്ന ഒരു ഫീലാണ്. ഫോർ എക്സാമ്പിൾ, അദ്ദേഹം ഒരു മഹാഭാരതം കഥയാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ ആ ഒരു മഹാഭാരതം കഥ, അതായത് ചെറിയൊരു പോയട്രി ആയിരിക്കും ഒരുപക്ഷെ, നമ്മൾ ഇങ്ങനെ ഒരു ചെറിയൊരു കവിതയായിരിക്കും അദ്ദേഹം പറയുന്നുണ്ട് ആ മഹാഭാരതത്തെ കുറിച്ചിട്ടൊക്കെ ആണെങ്കിൽ. പക്ഷെ അദ്ദേഹം അത് വിവരിക്കുന്നത് കേൾക്കാൻ, ഇപ്പോ അതിൽ വരുന്ന കഥാപാത്രങ്ങൾ അർജുൻ, ഭീമൻ, കർണൻ, ഇന്നിങ്ങനെ ഓരോ കഥാപാത്രങ്ങളെ ഇങ്ങനെ വിവരിച്ച് വരുമ്പോൾ തന്നെ അവരുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കഥകൾ അദ്ദേഹം ഇങ്ങനെ കോർത്ത് ഇങ്ങനെ നമ്മളോട് ഇങ്ങനെ അവതരിപ്പിക്കും. അപ്പൊ തീർച്ചയായിട്ടും അത്രയും രസകരമായിട്ട് അവതരിപ്പിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് ആ ഒരു അധ്യാപകൻ എന്ന് പറയുന്നത്. ആ അധ്യാപകനോട് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്കൊരു ചാനൽ തുടങ്ങിക്കൂടെ? കാരണം നിങ്ങളെ ക്ലാസ് നമുക്ക് അത്രയും മിസ് ചെയ്യാതെ ഞങ്ങൾ കേൾക്കുന്ന ഒരു ക്ലാസ് ആയിരുന്നു എന്നുള്ളതൊക്കെ. അപ്പൊ ഇത്തരത്തിൽ ഒരുപാട് അധ്യാപകന്മാർക്ക് അവർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഒരു ചാനലിൽ വിദ്യാർത്ഥികളോട് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ വിദ്യാർത്ഥികൾക്ക് കിട്ടുന്ന ഇൻപുട്ട്, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് കിട്ടുന്ന ആ ഒരു ഇതെന്ന് പറയുന്നത് വളരെ വലുതാണ്. വരുമാനം എന്നതൊക്കെ പറയുമ്പോൾ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ഭാര്യയുടെ പേരിലോ മറ്റാരുടെയെങ്കിലും പേരിലെങ്കിലും ചാനൽ തുടങ്ങുക എന്നുള്ളതാണ്. മറ്റൊരു ക്ലിനിക്ക് തുടങ്ങുന്നതോ, അല്ലെങ്കിൽ എന്താ പറയാ, മറ്റൊരു പാരലൽ കോളേജുകൾ തുടങ്ങുന്നതോ, ട്യൂഷൻ സെന്ററുകൾ തുടങ്ങുന്നതോ പോലെ ഒന്നുമല്ല ഈ ഒരു യൂട്യൂബ് ചാനൽ എന്നുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ആ സർവീസ് മറ്റുള്ളവർക്ക് വളരെ 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 ഉപകാരപ്പെടും എന്നുള്ളതാണ്. അപ്പൊ ഞങ്ങൾ ഇന്നത്തെ ആ മാഷ ചർച്ചയിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വന്നുപോയി. അപ്പൊ ഞാനിത് ഇന്നത്തെ ഒരു വിഷയം ഇതാക്കി കളയാം എന്ന് വിചാരിച്ചു. അപ്പൊ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, യൂട്യൂബിൽ അങ്ങനെ റൂൾസ് ഒന്നുമില്ല കേട്ടോ. ഇതൊക്കെ പിന്നെ ഒരുപാട് നമുക്കിപ്പോ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ തന്നെ ഒരുപാട് തസ്തികകളും കാര്യങ്ങളും
ഒക്കെ ഉണ്ട്. ഇതൊക്കെ എങ്ങനെയാണ്, ഇത് സോഴ്സ് എങ്ങനെയാണ്, ഇതിലേക്ക് നമുക്ക് ഇതെങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് നീങ്ങേണ്ടതെന്നൊക്കെ അതിലുള്ള ഒരാൾ പറയുമ്പോഴാണ് കൂടുതൽ നമുക്കത് അറിയാൻ പറ്റുക. പക്ഷെ അത്തരക്കാരൊന്നും യൂട്യൂബ് ചാനൽ തുടങ്ങാതാകുമ്പോൾ, അതുപോലെ ഇന്ത്യൻ ആർമിയിലുള്ള ഒരു വ്യക്തി ഒരു ചാനൽ തുടങ്ങി അദ്ദേഹത്തിന്റെ കഥകളും വീരകഥകളും അദ്ദേഹത്തിന്റെ സാഹസങ്ങളും ഒക്കെ വിവരിച്ചു തരുമ്പോഴാണ് നമ്മൾ അതിന്റെ ഏറ്റവും കൂടുതൽ ഡെപ്ത് ഒക്കെ അറിയുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും ഇത്തരക്കാർ ചാനലുമായി മുന്നോട്ട് വരണം എന്നുള്ളതാണ്. വരുമാനം വേണയോ എന്നുള്ള അവർക്ക് തീരുമാനിക്കാം. എക്സ്ട്രാ ഇൻകം ആണ് അവരുടെ ആ ജോലിക്ക് തടസ്സമെങ്കിൽ അവർ തീർച്ചയായിട്ടും അവരുടെ ഭാര്യയുടെയോ മക്കളുടെയോ പേരിലൊക്കെ ചാനൽ തുടങ്ങാം. അപ്പോൾ തീർച്ചയായിട്ടും ആ വരുമാനത്തിനപ്പുറം അവരുടെയൊക്കെ ആ ഒരു സത്യം പറഞ്ഞാൽ അവർ തരുന്ന കണ്ടന്റ് വാല്യൂ ആണ് ഞാൻ ഇന്നും ആലോചിക്കുന്നത്. ഞാൻ ഇന്നും ഒരു ചാനൽ ഇങ്ങനെ കാണുകയുണ്ടായി. അപ്പൊ അതിൽ സ്ഥിരമായിട്ട് ഒരുപാട് ഞാൻ ഈ ടെക് പരമായിട്ടുള്ള ചാനലുകൾ വളരെ എല്ലാവരുടെയും കാണും, ഏറ്റവും അടിത്തട്ടിലുള്ള ആൾ മുതൽ ഏറ്റവും വലിയ ആൾക്കാർ വരെ. കാരണം അപ്പൊ അതിൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ഞാനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിലും ഇന്ന് പിന്നെ 2-3 ദിവസം മുന്നേ ഒരു വ്യക്തി പറയുകയുണ്ടായി, നിങ്ങൾക്ക് ഇപ്പൊ 2025 വന്നു, ആരുടെയും വീഡിയോസ് കയറുന്നില്ല എന്നൊക്കെ. ഞാനിപ്പോ ഒരാഴ്ച പനി പിടിച്ച് കിടപ്പിലായിരുന്നു. അപ്പോ ഈ ഒരു പനി പിടിച്ച കാലയളവിൽ എനിക്ക് എന്റെ മെയിൻ ഒരു പണി എന്ന് പറയുന്നത് ഈ ചാനൽ ചെക്കിങ് മാത്രമായിരുന്നു. അപ്പൊ ഇതിൽ ഒരുപാട് ചാനലുകൾ ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ ചെക്ക് ചെയ്തതിൽ എന്നെ അധികം വിളിച്ചിട്ടുണ്ടായിരുന്നത് ഈ കുക്കിംഗ് ചാനൽ, ബ്യൂട്ടി ടിപ്സ് എന്നൊക്കെ പറയുന്ന ഇപ്പോ അതായത് ഡെയിലി വ്ളോഗ്സ് എന്നൊക്കെ പറയുന്ന കുറെ ചാനലുകളാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ അവർ ഒരു ഓട്ടോയിൽ ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ക്യാമറ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ആ ഓട്ടോ എന്ന് പറഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ ഈ റോഡ് ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും. ഇവിടം മുതൽ അവര് പോയി ഇറങ്ങുന്ന സ്ഥലം വരെ റോഡ് നമ്മൾ കാണണം, നമ്മൾ സഹിക്കണം. അതാണ് അവരുടെ ഡെയിലി ബ്ലോഗ്സ് എന്ന് പറഞ്ഞ് അവർ കാണിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള വീഡിയോസുകളൊക്കെ ആയിരുന്നു. അവരാണ് നമുക്ക് ഓഫർ ചെയ്യാണ് അവർ. ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ചാനൽ ചെക്കിങ് ഞാൻ ഫ്രീ ചാർജ് ആണ്, ഫ്രീ സർവീസ് ആണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ അവർ നമുക്ക് ഇങ്ങോട്ട് ഓഫർ ചെയ്യാണ്, അത്തരം ചാനലുകാർ നിങ്ങൾക്ക് ക്യാഷ് തരാം, ഇതൊന്ന് പൊക്കിക്കൊണ്ടുവരൂ, ഈ ചാനൽ എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഞങ്ങൾ സെറ്റിങ്സ് മാറ്റേണ്ടത് എന്നൊക്കെ. അപ്പോൾ ഒരു ചാനൽ ചെക്ക് ചെയ്യുമ്പോൾ എനിക്കറിയാം, ഒരു ചാനൽ തുടങ്ങുമ്പോൾ അതിൽ സെറ്റിങ്സ് എത്രമാത്രം സെറ്റിങ്സുകളാണ് അതിലുള്ളത് എന്നുള്ളത് നിങ്ങൾ എല്ലാവരും സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക. വലിയ സെറ്റിങ്സുകൾ ഒന്നുമില്ല. ആദ്യത്തെ വീഡിയോ വെരിഫിക്കേഷനും അതുപോലെ തന്നെ സെക്കൻഡ് വെരിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ വീഡിയോസ് ഇടുക എന്നുള്ളതാണ്. ബാക്കിയുള്ളത് വീഡിയോസ് എങ്ങനെ ഇടാം, ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും മാത്രമാണ്. അല്ലാതെ യൂട്യൂബിന്റെ സെറ്റിങ്സ് എന്ന് പറഞ്ഞ് ലെയർ ആയിട്ട് കുറെ അടക്കി വെച്ചിട്ടുള്ള ഒരുപാട് സെറ്റിങ്സുകളൊന്നുമില്ല. നിങ്ങൾ ഇടുന്ന വീഡിയോസ്, നിങ്ങൾ ഇടുന്ന കണ്ടന്റ് മാത്രമാണ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, യൂട്യൂബിൽ നമ്മൾ ചെലവഴിക്കുന്ന സമയത്തേക്കാൾ കൂടുതൽ നമ്മൾ ചെലവഴിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലായിരിക്കും. സത്യം പറഞ്ഞാൽ ഞാനൊക്കെ ഇൻസ്റ്റാഗ്രാം വളരെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. കാരണം അവിടെ നമ്മുടെ കണ്ണിനെ ത്രസിപ്പിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ആനന്ദം നൽകുന്ന വീഡിയോസുകളായിരിക്കും. ഇങ്ങനെ പറയുമ്പോൾ ടക്ക് 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 എന്ന് പറഞ്ഞ് വീഡിയോസ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അവിടുത്തെ ആ ഒരു ചടുലത, അവര് ആ ഇൻസ്റ്റാഗ്രാമിൽ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോസ്, അവിടെ ഒരിക്കലും ഇതുപോലെ ഡെയിലി വ്ളോഗുകളോ അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ ഒരു ഓട്ടോയിൽ കയറിയിട്ട് അല്ലെങ്കിൽ ഒരു ചട്ടിയിലിട്ട് ഇങ്ങനെ ഇളക്കുന്ന വീഡിയോസുകളൊന്നും ഇല്ല. അത്തരം വീഡിയോസുകളൊന്നും നമ്മൾ കാണുന്നില്ല. ഈ ചടുലതയുള്ള വീഡിയോസുകളാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. ആ ഒരു ചടുലത നിങ്ങൾ യൂട്യൂബിലും കൊണ്ടുവരിക എന്നുള്ളതാണ്. നിങ്ങൾ ഈ അവാർഡ് സിനിമ പോലെയുള്ള കുറെ കണ്ടന്റുകൾ ഇവിടെ കൊടുന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് കാണാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ എത്ര ക്യാഷ് ഓഫർ ചെയ്താലും ഞങ്ങളത് വാങ്ങുന്നത് കൊണ്ട് യാതൊരു കാര്യമില്ല എന്നുള്ളതാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാനിങ്ങനെ മറ്റു ആളുടെ ചാനലൊക്കെ കണ്ടപ്പോ ഒരു വ്യക്തി ഇങ്ങനെ ഇരുന്ന് പറയുന്നുണ്ട്, നിങ്ങൾ മറ്റുള്ളവരുടെ വീഡിയോ കോപ്പി അടിക്കൂ. ഒരു ക്രിയേറ്റർ ആണ് നിന്ന് പറയുന്നത്, നിങ്ങൾ മറ്റുള്ളവരുടെ വീഡിയോ കോപ്പി അടിക്കൂ, നിങ്ങൾ മറ്റുള്ളവരുടെ ടാഗ് ലൈൻ കോപ്പി അടിക്കൂ, നിങ്ങൾ മറ്റുള്ളവരുടെ ക്യാപ്ഷൻ കോപ്പി അടിക്കൂ, തംബ്നെയിൽ കോപ്പി അടിക്കൂ, അതുപോലെ ഉണ്ടാക്കിയിട്ട് ഇടൂ. എന്നിട്ട് അദ്ദേഹം അത് പറഞ്ഞിട്ട് വീണ്ടും അടുത്ത ദിവസം അതുപോലെ തന്നെ പറയുന്നുണ്ട്. പിന്നെ അവരുടെയൊക്കെ വാദം എന്ന് വെച്ചാൽ 2025 ആരുടെയും വീഡിയോ കയറുന്നില്ല എന്നുള്ളതാണ്. ഒരു ചെറിയ ഒരു തിരുത്തുണ്ട്. കാരണം ഷോർട്സ് കുറച്ച് ഇത് സ്പീഡ് കുറച്ചിട്ടുണ്ട്. അതായത് ആ 3 മിനിറ്റിന്റെ ഷോർട്സ് വന്നപ്പോൾ ഒരു ചെറിയ പുഷപ്പ് ഒക്കെ യൂട്യൂബ് കൊടുത്തിരുന്നു. ഇപ്പോൾ അവരുടെ ആ ഒരു അൽഗോരിതവും അല്ലെങ്കിൽ ആ ഒരു ട്രാഫിക്കും ഒക്കെ അവർ നോർമൽ ലെവലിലേക്ക് തന്നെ ആക്കി വെച്ചിട്ടുണ്ട്. അതായത് നോർമലി എങ്ങനെയാണോ യൂട്യൂബ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ ഇപ്പൊ എല്ലാവരുടെ നല്ല കണ്ടന്റുകളൊക്കെ കയറി പോകുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ നിന്നും ക്യാഷ് വാങ്ങി ചാനൽ ചെക്ക് ചെയ്യുന്ന വ്യക്തികൾ അവരെവിടെയെങ്കിലും ഏതെങ്കിലും വീഡിയോസിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ ഈ സമയം വീഡിയോസ് ഇടാൻ നല്ല സമയമാണെന്നുള്ളത്? 2024 അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും എന്താണ്, ഇപ്പൊ ആരുടെ വീഡിയോസും കയറുന്നില്ല, പ്രത്യേകിച്ച് ടെക് വീഡിയോസ്, കുക്കിംഗ് വീഡിയോസ് കയറുന്നില്ല എന്നാണ്. 2025 അവർ നിങ്ങളോട് പറയുന്നത് ഇപ്പോൾ ആരുടെയും വീഡിയോസ് കയറുന്നില്ല,
കുക്കിംഗ് വീഡിയോസ് അല്ലെങ്കിൽ ടെക് വീഡിയോസ് കയറുന്നില്ല എന്നാണ്. ഇനി 2026 വന്നാലും അത് തന്നെയായിരിക്കും അവർ നിങ്ങളോട് പറയുക. എന്നിട്ട് അപ്പോൾ ഈ ചാനൽ ചെക്ക് ചെയ്യുന്നവർ ഇത്തരം കാര്യങ്ങളോടൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഞാനപ്പോ ഈ ചെക്ക് ചെയ്യുന്നതിൽ ഒരുപാട് ഞാൻ പറഞ്ഞില്ലേ, ഒരു ആഴ്ച ഗ്യാപ്പ് എനിക്ക് കിട്ടിയിരുന്നു. ഇതിൽ ഒരുപാട് നല്ല നല്ല കണ്ടന്റുകളുള്ള ചാനലുകളും ഒക്കെ അവരുടെ ചെറിയ ചെറിയ ഡൗട്ട്സ് ഒക്കെ ചോദിച്ച് നമ്മളോട് ചെക്ക് ചെയ്യാനൊക്കെ പറഞ്ഞു തന്നിരുന്നു. ഒരുപാട് നല്ല ഗ്രോത്ത് ഉള്ള സമയം തന്നെയാണ് 2025 എന്ന് പറയുന്നത്. അപ്പൊ 2025 ചാനൽ തുടങ്ങാൻ പറ്റിയ ഒരു സമയം കൂടെയാണ് നമ്മുടെ. അപ്പൊ ടോപ്പിക്കിൽ നിന്ന് നമ്മൾ മാറിപ്പോകുന്നു. ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് ചാനൽ തുടങ്ങാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളതായിരുന്നു നമ്മുടെ അടുത്ത്. തീർച്ചയായിട്ടും ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് യൂട്യൂബിൽ ഒരു വിലക്കില്ല എന്നുള്ളതാണ്. ഈ യൂട്യൂബിന്റെ അത് വെച്ച് നിങ്ങളുടെ ആ ഒരു ഔദ്യോഗികമായിട്ടുള്ള നിങ്ങളുടെ ജോലിക്ക് തടസ്സം വരാത്ത രൂപത്തിൽ നിങ്ങൾ എല്ലാവരും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും, അതായത് അത്യാവശ്യം വിവരമുള്ളവരാണ് ഈ യൂട്യൂബിലേക്ക് വരുന്നതെങ്കിൽ കണ്ടന്റ് സ്ട്രെങ്ത് കൂടും. നമുക്ക് ഇൻസ്റ്റാഗ്രാം പോലെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു നല്ലതായുള്ള വീഡിയോസ് ഒക്കെ വീണ്ടും വീണ്ടും വരും. യൂട്യൂബ് വീണ്ടും സജീവമാവും എന്നുള്ളതാണ്. ഇപ്പൊ യൂട്യൂബിൽ നമ്മൾ സബ് ചെയ്തു വെച്ചിരിക്കുന്ന കുറെ ആൾക്കാരുടെ വീഡിയോസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ യൂട്യൂബ് എത്ര നേരം കാണണമെന്ന് തീരുമാനിക്കുന്നത്. നമ്മൾ ഇതേപോലത്തെ 4 കുക്കിംഗ് വീഡിയോസും ഒരു 5 ഡെയിലി വ്ളോഗ്സും ഒക്കെ കണ്ടു തീരുമ്പോഴേക്കും ഏകദേശം ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്ക് യൂട്യൂബ് ബോറടിക്കും. അപ്പൊ തന്നെ നമ്മൾ യൂട്യൂബ് ഓഫ് ചെയ്തിട്ട് പിന്നെ ഇൻസ്റ്റയിലേക്ക് പോകും അല്ലെങ്കിൽ ഫേസ്ബുക്കിലേക്ക് പോകും എന്നുള്ളതാണ്. അപ്പോ അത്തരക്കാരെ പിടിച്ചു നിർത്തേണ്ടത് നിങ്ങളുടെ കടമയാണ്. അപ്പൊ നിങ്ങൾ കുറച്ചും കൂടെ നല്ല കണ്ടന്റ് ക്രിയേറ്റർ ആവുക എന്നുള്ളതാണ് കേട്ടോ. ഒരു തംബ്നെയിൽ സ്വന്തമായി ഉണ്ടാക്കാൻ അറിയാത്തവർ, ഒരു ക്യാപ്ഷൻ സ്വന്തമായി ഉണ്ടാക്കാൻ അറിയാത്തവർ, അറ്റ്ലീസ്റ്റ് ഒരു ഹാഷ്ടാഗ് പോലും സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ അറിയാത്തവർ ദയവ് ചെയ്ത് ചാനൽ തുടങ്ങാൻ നിൽക്കരുതേ എന്ന് മാത്രമാണ് എന്റെ അപേക്ഷ. മറ്റുള്ളവരുടെ വീഡിയോസ് മാത്രം മോഷ്ടിച്ച് ചെയ്യുന്ന ചിലർ പറയുന്നത് കേട്ട് നിങ്ങൾ ഇതേപോലെ ഈ ഹാഷ്ടാഗും ഇതും നിങ്ങളും ആ മോഷണത്തിലേക്ക് പങ്കാളിയായാൽ എന്റെ ഒരു അഭിപ്രായം പറയുകയാണ്, നിങ്ങളും അത് അത്തരത്തില് ഹാഷ്ടാഗുകളും ടാഗ് ലൈൻസും ക്യാപ്ഷനുകളും അവരുടെ കണ്ടന്റുകളൊക്കെ നിങ്ങളും ഇതേപോലെ അടിച്ചു മാറ്റി ചെയ്യുകയാണെങ്കിൽ നിങ്ങളും ഒരു ചെറിയ തോതിൽ കള്ളനായി മാറുകയാണ്. നിങ്ങളും ക്രിയേറ്റിവിറ്റി ഇല്ലാത്തൊരു മനുഷ്യരായി മാറുകയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നല്ല കണ്ടന്റിന് ആസ്പദമാക്കിയുള്ള നല്ല ഹാഷ്ടാഗുകളും ടാഗ് ലൈൻസുകളും ഒരു ക്യാപ്ഷനെങ്കിലും മിനിമം ഉണ്ടാക്കാനുള്ള ഒരു വിവരമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ നിങ്ങൾ അത്തരത്തിൽ അതെങ്കിലും അറ്റ്ലീസ്റ്റ് സ്വന്തമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്, വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഗവൺമെന്റ് എംപ്ലോയികളോട് എനിക്ക് പറയാനുള്ളത്, തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും യൂട്യൂബിലേക്ക് വരിക എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ സ്വന്തം പേരിൽ ഒരു ചാനൽ ബുദ്ധിമുട്ടാണെങ്കിൽ മറ്റാരുടെയെങ്കിലും പേരിലെങ്കിലും ഒരു ചാനൽ, ഡോക്ടർ ഒരു ചാനൽ തുടങ്ങുകയാണെങ്കിൽ അവർ പറയുന്ന കാര്യത്തിൽ എത്രമാത്രം ആധികാരികത ഉണ്ടാകുമെന്ന് നമുക്കറിയാൻ പറ്റും. അതുപോലെ തന്നെ ഒരു പ്രൊഫസർ അല്ലാന്നുണ്ടെങ്കിൽ ഒരു അധ്യാപകൻ ഒരു ചാനൽ തുടങ്ങുകയാണെങ്കിൽ അവരുടെ കാര്യങ്ങൾ എത്രമാത്രം ആധികാരികതയോടുകൂടി അവർക്ക് പറയാൻ പറ്റും എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇപ്പോ ഈ പ്രസവവും അതിനുമായി ബന്ധപ്പെട്ടവരൊക്കെ ഒന്ന് പ്രസവിച്ച ആൾക്കാർ വരെ പ്രസവാനന്തര ശുശ്രൂഷകളും പ്രസവത്തിനെ പറ്റിയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ എടുത്തുകൊണ്ട് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു ഡോക്ടർ തന്നെ അത് പറയുമ്പോൾ എത്രമാത്രം നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ തീർച്ചയായിട്ടും ഗവൺമെന്റ് എംപ്ലോയികളും യൂട്യൂബിലേക്ക് വരണം. അതിനുള്ള തടസ്സങ്ങൾ ഈ ഇൻകം ആണ് എന്നുണ്ടെങ്കിൽ അതിന് ഇത്തരത്തിൽ ഒരു മറ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും പേരിലെങ്കിൽ തുടങ്ങിയോ ഭാര്യയോ വൈഫോ അച്ഛനോ അവരുടെ പേരിൽ ഒരു ID എടുത്ത് ചാനൽ നിങ്ങൾ തുടങ്ങിയാൽ നിങ്ങളെ കണ്ടന്റ് അതിൽ ഉണ്ട് എന്നതുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ ജോബ് നഷ്ടപ്പെടാൻ പോകുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ഇൻകം, നിങ്ങളുടെ വരുമാനമാണ്. പിന്നെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇൻകം കിട്ടുന്ന ഒരു അവസരം, അത് പക്ഷേ സ്വാഭാവികമായിട്ടും 6 മാസം 1 വർഷമൊക്കെ കഴിയുമ്പോഴായിരിക്കും ഇൻകം വന്നു തുടങ്ങുന്നത്. ഒരു പക്ഷേ ചിലപ്പോൾ പെട്ടെന്നായെന്ന് വരാം. ബാക്കിയുള്ള സമയത്ത് ഇതിനെ കുറിച്ചൊക്കെ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതിയാകും എന്നുള്ളതാണ്. പിന്നെ ഇടുന്ന ഈ കണ്ടന്റ് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം വിദ്യാഭ്യാസമുള്ള വിവരമുള്ള ആൾക്കാർ യൂട്യൂബിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് തന്നെയാണ് എന്റെ. നല്ല നല്ല കണ്ടന്റുകൾ വേണമെങ്കിൽ ഇത്തരക്കാരും യൂട്യൂബിൽ വേണം എന്ന് തന്നെയാണ് പ്രിയപ്പെട്ടവര്. 2025 ശേഷം ആദ്യത്തെ വീഡിയോസ് ആണ് എന്റേത്. തുടർന്ന് നല്ലൊരു വീഡിയോസുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ.